എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ എനിക്ക് കുറേ മെസ്സഞ്ചേഴ്സിൽ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്താ ഇങ്ങനെ ഈ റമദാൻ മാത്രം ഇങ്ങനെ ചേച്ചി മുസ്ലിമാണെന്ന്. അങ്ങനെയല്ല, ഞാൻ ഇനി മരണം വരെ മുസ്ലിമാണ്. അപ്പോൾ നമുക്കറിയണ്ടേ എന്താ മുസ്ലിം എന്ന്, ആരാണ് മുസ്ലിം? മുസ്ലിം എന്ന് വെച്ചാൽ ആരാണ് സർവവും സമേതയ ദൈവത്തിന്, അതായത് പ്രപഞ്ചനാഥന്, ഈ ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ച ദൈവമില്ലേ, ആ ദൈവത്തിന് സമർപ്പിക്കുന്നവരാരോ അവരാണ് മുസ്ലിം. അപ്പോൾ ഈ ലോകത്തിലുള്ള 70% 75% ആൾക്കാരും മുസ്ലിംസ് അല്ലേ? അവരെല്ലാവരും പല കമ്മ്യൂണിറ്റിയിൽ പല സമുദായത്തിലേക്ക് ജനിച്ചതാണെങ്കിലും അവരെല്ലാവരും ദൈവത്തിന് സമർപ്പിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് എല്ലാം സമർപ്പിച്ച് ജീവിക്കുന്നു, അവരാണ് മുസ്ലിം. അപ്പോൾ നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നു വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ടി വിക്ക് ഗ്യാരണ്ടി ഉണ്ട്, ഫ്രിഡ്ജിന് ഗ്യാരണ്ടി ഉണ്ട്, എല്ലാത്തിനും ഉണ്ട് അല്ലേ? പക്ഷേ മനുഷ്യന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ നാളെ ജീവിച്ചിരിക്കുന്നു? ഇല്ല. നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ മാത്രമാണ്, അതായത് ദൈവത്തിന് സമർപ്പിച്ചവരുടെ ജീവിതം, അവരുടെ ജീവിതം എപ്പോഴും ദൈവം എന്താണ്, വാട്ട് ഈസ് ഹിസ് പർപ്പസ് ആൻഡ് വിൽ, അതുപോലെയാണ് നടക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഭയങ്കര സ്പർശിച്ച ഒരു വചനമാണ് ഖുറാൻ്റെ 4:124. ആണോ പെണ്ണോ ആര് സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവരാണ് സ്വർഗത്തിന് അർഹരായവർ. അപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ദൈവത്തിന് ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് ഒരു തിരിച്ചു വ്യത്യാസമുണ്ടോ? ദൈവത്തിനാണോ പെണ്ണോ എന്ന് തിരിച്ചു വ്യത്യാസമില്ല. അപ്പോൾ തന്നെ മുടി എങ്ങനെ ദൈവത്തിന് പെണ്ണുങ്ങളുടെ മുടി മാത്രം ഹറാമാകുന്നത്? അത് ശരിയാവത്തില്ലല്ലോ. അങ്ങനെ ഒരിക്കലും വരത്തില്ല. കാരണം എന്താ, മുടിയൊക്കെ സൃഷ്ടിച്ചതും ദൈവം തന്നെയാണ്. മുഹമ്മദ് നബി സത്യത്തിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്, സൗദിയിലെ അന്നത്തെ സ്ത്രീകളൊക്കെ അവിടെയൊക്കെ നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് അവർ ഈ തല ഇങ്ങനെ മൂടിക്കൊണ്ട് നടക്കുന്നുണ്ട്, പക്ഷെ അവർ മറയ്ക്കുന്നില്ലായിരുന്നു. ആ സമയത്ത് മുഹമ്മദ് നബി ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ തലയിലെ തട്ടം എടുത്ത് മറയ്ക്കുവിൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പിന്നീട് പുരോഹിതന്മാർ തലയെന്നുള്ള തുണി നേരെ അങ്ങോട്ട് താഴ്ത്തി. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തിൻ്റെ കൾച്ചറും സംസ്കാരമൊക്കെ അനുസരിച്ച് വേണം ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരം എന്താണ്? സാരിയും ചുരിദാറും ഒക്കെയാണ് അല്ലേ? കാരണം നമ്മുടെ ക്ലൈമറ്റും അങ്ങനെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് നല്ല ചൂടല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്ക് കറുത്ത ഹിജാബ് ഇടുക ഇങ്ങനെയൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു വിഷമമായിരിക്കും സ്ത്രീകൾക്ക്. അത് ഒരു പക്ഷേ പ്രാക്ടീസ് ചെയ്ത് വന്നവർക്കൊന്നും മുസ്ലിംസിന് പ്രശ്നമല്ലായിരിക്കും. ഇപ്പോൾ എനിക്കിപ്പം എന്നോട് മെസ്സഞ്ചേഴ്സ് നോൺ മുസ്ലിംസിനോട് ഞാൻ സംസാരിക്കുന്നത്, ഒരിക്കലും നമ്മൾ ഇപ്പം നമുക്കൊരു നോയമ്പെടുക്കുന്നത് ഈ ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയാണ്. 12 മാസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒരു മാസമെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. മാനസികമായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു മാസം, പുണ്യമാസമാണ് റമദാൻ മാസം. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ എല്ലാവർക്കും അവരവരുടെ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ഉപവാസം തുടങ്ങാവുന്നതാണ്. ഖുറാൻ്റെ 2:256 പറയുന്നുണ്ട്, മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല. ഇപ്പോൾ സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ഹോളി ബുക്കുകളും വേദപുസ്തകങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിന് എന്താ വേണ്ടത്? ജനങ്ങൾ സ്വയം സത്യവിശ്വാസിയായി മാറുക. അല്ലാണ്ട് നമ്മളാരും അവരോട് നിങ്ങൾ ഇങ്ങോട്ട് പോവാ, നിങ്ങൾ മുസ്ലിമായാലും നിങ്ങൾ സ്വർഗത്തിൽ പോവുക, അങ്ങനെയൊന്നുമില്ല. ദൈവം നോക്കുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഏത് സമുദായത്തിലായിക്കോട്ടെ നമ്മൾ അവിടെ തന്നെ, അതായത് 1 കൊറിന്ത്യസ് 7:24 തോന്നുന്നു, അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിൽ വിളിക്കപ്പെട്ടവരാകുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ നിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുവാനാണ്. അല്ലാണ്ട് അവിടെ ഉടനെ നിങ്ങൾ പെട്ടെന്ന് വേറൊരു പേഴ്സൺ ആവേണ്ട ആവശ്യമില്ല. ഏത് സമുദായത്തിലാണോ അവിടെ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പഠിച്ച് നമ്മുടെ വേദപുസ്തകത്തിൻ്റെ കൽപ്പനകൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എല്ലാവരും നമ്മൾ മുസ്ലിമുകളാണ്, നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കുക. അതായത് ദൈവത്തിന് നമുക്ക് നിങ്ങളുടെ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ മുസ്ലിം ആവുക. എന്താണ് മുസ്ലിം ആവുക എന്ന് വെച്ചാൽ, നമുക്കുള്ള സർവ്വതും ദൈവത്തിന് സമർപ്പിക്കുന്നവരാണ് മുസ്ലിം. നമ്മൾ എല്ലാവരും മുസ്ലിം. ഇപ്പം
ആകാശങ്ങളിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പിന്നെ പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യരിൽ അനേകായിരം പേരും ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിക്കുന്നവരാണ്. ആ നാഥനോടാണ് നമ്മൾ എല്ലാവരും ആരാധിക്കേണ്ടതും സ്തുതിക്കേണ്ടതും പ്രേസിക്കേണ്ടതൊക്കെ. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളുടെ ബുക്ക് എഴുതിയിട്ടുണ്ട് മുകളിൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ നമ്മളെ രൂപപ്പെടുത്തുക അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ നമ്മൾ ഒരു മാസമൊക്കെ എന്തായിരുന്നു, ഒരു മാംസക്കട്ടയായിരുന്നു ഇല്ലേ, ഒരു മാംസം. അപ്പോൾ നമ്മളെ എത്ര വണ്ടർഫുള്ളായിട്ടാണ് നമ്മളെ ദൈവം മെനഞ്ഞെടുത്തത് നമുക്ക്. അപ്പോൾ ആ അത്ഭുതം ആരാണ് നമുക്ക് അങ്ങനെ ആ രൂപം തന്നത്? ആ പ്രപഞ്ചനാഥൻ, സംരക്ഷകൻ, പരിപാലകൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, ആ പ്രപഞ്ചനാഥനോടാണ്. ഇപ്പം 2019 തന്നെ സൗദിയിൽ ഹിജാബൊക്കെ ആ സ്ട്രിക്റ്റൊക്കെ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം എന്നുള്ള രീതിയിലാകെ അവിടുത്തെ ആ നിയമങ്ങളൊക്കെ മാറ്റി സ്ത്രീകൾക്ക് അത്രത്തോളം സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ നമ്മുടെ കേരളത്തിലും നമ്മളുടെ ഇന്ത്യയാണ്, നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ ഡ്രസ്സും ധരിക്കുക, നമ്മളുടെ കംഫർട്ട് അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മക്കയിൽ പോയിരുന്നു ഈ അടുത്ത കാലത്ത്. അപ്പോൾ എന്തൊരു ചേഞ്ചസ് ആണ് അവിടെ. എല്ലാവരും സ്ത്രീകൾ പല കളർഫുൾ നല്ല ലോങ് ഡ്രസ്സ്, ഗൗണ്, പക്ഷെ തലയൊക്കെ നന്നായിട്ട് മറിച്ചിട്ടുണ്ടായിരുന്നു, മുടിയൊന്നും കാണാത്ത രീതിയിൽ. പക്ഷേ അവർ നല്ല എലഗൻറ്റ് ഡ്രസ്സായിരുന്നു. ചിലർ ചുരിദാർ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ 2019 പോയപ്പം എല്ലാവരും ബ്ലാക്കും ഇങ്ങനെയൊക്കെ ഇതൊക്കെ. ഞാൻ ഒരു കാര്യം കൂടെ തുറന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത്. നമുക്ക് ഈ ഹിജാബ് ഇങ്ങനെ കിട്ടുന്നതൊക്കെ നമുക്കത് നമ്മളുടെ ഐഡൻറ്റിറ്റിയെ മറിച്ച് നമ്മൾ എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്? നമുക്ക് അത് മാറ്റണം. പലരും ഇപ്പോൾ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് മുസ്ലിംസ് അല്ലാത്തവരും ഈ പർദ്ദയിട്ട് ഇങ്ങനെ ഇതിട്ട് അവർ പാപം ചെയ്യാനായിട്ട് പോകുന്ന എനിക്കറിയാം. ഇവിടെ തന്നെയല്ല, ഗൾഫിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുവൈറ്റിലുണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു, ഖത്തറിലുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ ഇതൊക്കെ ഇട്ടുണ്ട്. അവർ പല സ്ഥലങ്ങളിലും പോകുന്നതും കറങ്ങുന്നതും ബോയ് ഫ്രണ്ട്സിനോട് കറങ്ങുന്നതൊക്കെ അവരെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയാണ്, ഒരിക്കലും ഭക്തിയുടെ ഒരു ഇതിലല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് നമ്മളായി ജീവിക്കുക. നമുക്കെന്തിനാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി മറക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ എന്തിനാണ് ഇത്ര നല്ല സുന്ദരമായിട്ട് നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളായി ജീവിക്കുക. ഇപ്പം ഞാനൊരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഒരു ജ്വല്ലറി കടയിൽ എല്ലാ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കള്ളൻ വിചാരിക്കുക, എന്തോരം സ്വർണ്ണമാണ്, അതൊന്നും കിട്ടിയായിരുന്നെങ്കിൽ എന്ന് കള്ളൻ ചിന്തിക്കുന്നത്. അത് കള്ളൻ്റെ മനസ്സ്, അത് ദൈവം കാണുന്നുണ്ട്, കള്ളൻ്റെ മനസ്സ്. അതേസമയം ജ്വല്ലറിക്കാരന് കള്ളൻ അവിടെ നിൽക്കുന്നത്, എന്നാൽ പിന്നെ നമുക്ക് ജ്വല്ലറി അടച്ചു പൂട്ടിയാക്കാം എന്ന് പറയുന്നതിൽ വലിയ ഇതുണ്ടോ? അപ്പം അതുപോലെയാണ് നമ്മുടെ മനസ്സിലോട്ടാണ് ദൈവം നോക്കുന്നത്. നമ്മൾ നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, അതാണ് ചെയ്യേണ്ടത്. മാന്യമായ ഡ്രസ്സ് ധരിച്ച് നമ്മൾ പുറത്ത് പോവുക. നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാണെങ്കിൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ദൈവത്തിനറിയാം നമ്മളെക്കുറിച്ച്. മറ്റുള്ളവർ നമ്മളെ കണ്ട് എന്തെങ്കിലും തോന്നിയാൽ അത് അവരുടെ മനസ്സിലുള്ള അല്ലേ. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, നമുക്ക് ഇന്ത്യക്കാരായിട്ട് നല്ലതായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സ്വാതന്ത്ര്യത്തോടെ, സ്ത്രീകളെല്ലാം നല്ല സ്വാതന്ത്ര്യത്തോടെ നല്ലത് ജീവിക്കുക. ഇഷ്ടമുള്ള ഡ്രസ്സ്, നല്ല മാന്യമായ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഈ ചുറ്റിക്കെട്ടൊക്കെ ഒന്നൊക്കെ മാറ്റി നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ അറിവില്ലാതെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഖുറാനിലെടുത്ത് നോക്കിക്കോ, 4:124 നിങ്ങൾ എല്ലാവരും ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക. ആണോ പെണ്ണോ, ആര് സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ, നമ്മുടെ ഡീഡ്സ്, നമ്മുടെ പ്രവർത്തികൾ, അതാണ് നോക്കുന്നത്. അല്ലാതെ നിങ്ങൾ തലമറിച്ചോ ഹിജാബിട്ടോ അങ്ങനൊന്നുമല്ല. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തലമറിച്ചേ പറ്റും. തലമറക്കാൻ ദൈവത്തോടുള്ള റെസ്പെക്റ്റാണ്. ഇന്ന് റമദാൻ മാസമാണ്. റമദാൻ മാസത്തിലേക്ക് നമ്മൾ ഈ തലമറക്കുന്നതൊക്കെ റെസ്പെക്റ്റാണ്. നമുക്ക് എല്ലാവരെയും ഈ കണ്ണിങ്ങളുണ്ട്, എല്ലാവരും നന്നായിട്ട് എല്ലാവരെയും കാണാം. പക്ഷെ നമ്മളെ കാണുന്നവർക്ക് എന്തുകൊണ്ട് ഒരു വർഗീയത ഉണ്ടാവും എല്ലാവർക്കും. അതെന്താ ഇവരിങ്ങനെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, മനസ്സിലായി? നമുക്കത് തോന്നിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യുക. നമ്മളെ ദൈവം നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുക. തലയിൽ നല്ലൊരു കോട്ടൺ ഷാളൊക്കെ, ചുമ്മാ ഒരു ഷാള് നിങ്ങളുടെ ഭർത്താവ് നിർബന്ധമാണെങ്കിൽ ഇടുവാനേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഖുറാൻ്റെ 13:11 വാക്യം എടുത്ത് വായിച്ച് നോക്കുക. ഏതൊരു ജനതയും സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ദൈവം വരുത്തുകയില്ല. അതായത് നിങ്ങളുടെ ആ നിലപാട് മാറ്റണം. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നത്, ഖുറാൻ 13 പറയുന്നത് നമ്മുടെ നിലപാടുകൾ മാറ്റുക എന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മുടെ നിലപാട് മാറ്റാതെ നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് ദൈവവും മാറ്റം വരുത്തുകയില്ല. മതത്തിലോട്ടൊന്നുമല്ല അള്ളാഹു നോക്കുന്നത്, നമ്മളുടെ ഡ്രസ്സിങ്ങിലോട്ടും അല്ല. മാന്യതയോടെ ഡ്രസ്സ് ധരിക്കുക,
അവരവരുടെ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, നമ്മുടെ വേദപുസ്തകത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ ഫോൺ എന്തായിരുന്നു? മോട്ടറോള. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? നോക്കിയ. അത് കഴിഞ്ഞിട്ട് ഇറക്സൺ. അത് കഴിഞ്ഞിട്ട് സാംസങ്. അത് കഴിഞ്ഞിട്ട് ഐഫോൺ. അപ്പം നമുക്ക് ഇത് പല 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 കാലയളവിൽ കാണാം. അപ്പം ആൾക്കാരൊക്കെ അങ്ങ് ടെക്നോളജി. ഇപ്പം ഇന്ന് ആരെങ്കിലും മോട്ടറോള ഉപയോഗിക്കുമോ? നോക്കിയ ഫോൺ ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. ഇപ്പം എല്ലാവരും ടച്ച് ഫോൺ, ആൻഡ്രോയിഡ് ഫോണൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റുള്ളവരൊക്കെ ഐഫോൺ ഉപയോഗിക്കുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി. അപ്പോൾ മുഹമ്മദ് നബി വന്നു പോയിട്ട് ഇപ്പോൾ 1500 വർഷത്തിന് മേലെ ആയില്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരി മാറണം. നമ്മൾ ഒരുപാട് നമ്മുടെ നിലപാടുകൾ മാറ്റണം. ഇപ്പോൾ AI-യുടെ കാലഘട്ടമായി അല്ലേ. നമ്മുടെ വിശ്വാസത്തിന് മാറ്റം വരില്ലെന്നേ ഉള്ളൂ. വിശ്വാസമില്ല, നമ്മുടെ ഹൃദയത്തിനകത്താണ് മാറ്റം നടക്കുന്നത്. അവിടെ മാറ്റം വരരുത്. പിന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ഇതായിട്ട് മുസ്ലിമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റും. എങ്ങനെ? ദൈവത്തിനെല്ലാം സമർപ്പിക്കുന്നതാണ് മുസ്ലിം. ദൈവത്തിന് കീഴടങ്ങി ഓരോ ദിവസത്തെ കാര്യം ദൈവത്തിന് സമർപ്പിക്കുന്നവരാരോ അവരാണ് മുസ്ലിം. അപ്പം നമ്മളെല്ലാവരും മുസ്ലിംസാണ്. ഞാൻ ക്ഷണിക്കുന്നത് പ്രപഞ്ചനാഥനായ ദൈവത്തിലോട്ടാണ്, നേരായ പാതയിലോട്ടാണ് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത്. എല്ലാവരും വരിക, അനുഗ്രഹങ്ങൾ നേടുക, സന്തോഷവരായി ജീവിക്കുക. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. ആമീൻ.